നെയിം കൊടുക്കുക. അതുപോലെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഫീച്ചറുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ഇപ്പോൾ ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന വരെയാണ് പാർട്ട് 3 നമ്മൾ ചെയ്തിരുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് പാർട്ട് 4 ആണ്. ഇത് അവസാനത്തെ വീഡിയോ ആണ്. പാർട്ട് 4 മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 10 പ്രോ ഇൻസ്റ്റാളേഷൻ്റെ 4 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പാർട്ട് 1ഉം 2ഉം 3യും കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ട് 4 ആണ്. എല്ലാവർക്കും SK ടെക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ക്രോമാണ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രോം ഡൗൺലോഡ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലാണ് ക്രോം ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മളിതിൽ വൈഫൈ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വൈഫൈ ഡോങ്കിൾ ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ വൈഫൈ നമുക്ക് കണക്ട് ചെയ്ത് വൈഫൈ ത്രൂ ആണ് ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനെറ്റ് വേൾഡിലൂടെയാണ് ഗൂഗിൾ ക്രോം ഡൗൺലോഡ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്തതിന് കുഴപ്പമില്ല. ഡിഫാൾട്ട് കൊടുക്കുക. മുകളിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഡിഫാൾട്ടായിട്ട് ചോദിക്കും. ഡിഫാൾട്ട് ആപ്പ് ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുക. മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഗോട്ട് ഇറ്റ് കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ ക്രോം ഓക്കെ ആയി. ഇനി ഗൂഗിൾ നമുക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത് ഡൗൺലോഡ് ചെയ്യുന്നത് ഡ്രൈവറാണ്. ഡ്രൈവർ സോഫ്റ്റ്വെയറുകളാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇതിൽ ഇൻ്റലിൻ്റെ ഡ്രൈവർ സപ്പോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഡിറ്റക്റ്റ് ആവും. എല്ലാം നമുക്ക് വേണ്ടതായ എല്ലാം ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. നമ്മളിതിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ എൻ്റെ റെസൊല്യൂഷൻ ഏകദേശം കറക്റ്റല്ല. ഇത് ഇൻസ്റ്റാളായിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ഓഫായി ഓണായി വരുമ്പോൾ തന്നെ എൻ്റെ റെസൊല്യൂഷൻ ഏകദേശം അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അലൈൻ ചെയ്യും. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മദർ ബോർഡ് സെബ്രോണിക്സിൻ്റെ മദർ ബോർഡാണ്. സെബ്രോണിക്സിൻ്റെ H61 എന്ന് പറഞ്ഞൊരു മോഡലാണ് മദർ ബോർഡ്. ഏത് മോഡൽ മദർ ബോർഡ് ആണെങ്കിലും നമുക്കിതിൽ ഓട്ടോ ഡിറ്റക്റ്റ് ആയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ നമുക്ക് റെസൊല്യൂഷൻ കറക്റ്റായി. ഏകദേശം എൻ്റെ റെസൊല്യൂഷൻ സ്ക്രീൻ സൈസിനനുസരിച്ച് കറക്റ്റായിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് മാനുവലായിട്ട് റൈറ്റ് ക്ലിക്കിൽ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റാളേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന റീസ്റ്റാർട്ട് ചോദിക്കുന്നു. സിസ്റ്റം റീസ്റ്റാർട്ട് ആയതിനു ശേഷം റീസ്റ്റാർട്ടാക്കി സിസ്റ്റം റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ സിസ്റ്റം റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞു. ഇതിൽ നമുക്ക് ഗ്രാഫിക്സ് കൺട്രോൾ പാനൽ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് ഗ്രാഫിക്സിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഡിസ്പ്ലേ സെലക്ട് ചെയ്തതിന് ശേഷം എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ഓഫായിട്ട് അപ്പോൾ തന്നെ ഓണായി വരും. അതിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ റെസൊല്യൂഷൻ കറക്റ്റ് ആവും. അപ്പോൾ ഏകദേശം നമുക്ക് റെസൊല്യൂഷൻ കറക്റ്റായി. സ്ക്രീൻ സൈസ് എല്ലാം ഓക്കെയാണ്. നമുക്ക് വേണ്ടത് 1024x768 സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം സ്കാലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് താഴത്ത്. അതിൽ മെയിൻറ്റെയിൻ ഡിസ്പ്ലേ സ്കാലിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുക്കുക. അപ്പോൾ സ്ക്രീൻ റെസൊല്യൂഷൻ കറക്റ്റായിരിക്കും. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മിനിമൈസിൻ്റെ ഓപ്ഷൻ എല്ലാ ഓപ്ഷനും കറക്റ്റായിട്ട് വിസിബിളായി കാണാൻ പറ്റും. വിൻഡോ ക്ലോസ് ചെയ്യുക. വിൻഡോ ക്ലോസ് ചെയ്ത് റേറ്റിൽ കൊടുത്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഇൻസ്റ്റാളേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 10 പ്രോ ഇൻസ്റ്റാൾ ചെയ്തു. ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. ബാക്കിയെല്ലാം ഏകദേശം ആൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ സ്റ്റാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടെ കാണിക്കും. ഇൻ്റലിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തു. മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉണ്ട്. അതുവഴിയാണ് നമ്മൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്ത്. പിന്നെ ക്രോം ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. എന്താണോ നമ്മുടെ ആവശ്യം, എന്താണോ നമുക്ക് ഒരു സിസ്റ്റം കൊണ്ട് പർപ്പസ് ഉള്ളത്, ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് ഒക്കെ ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇതിൽ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ വൈഫൈ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഒരു ഡോങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു വൈഫൈ ഡോങ്കിൾ നമുക്ക് കടയിൽ മേടിക്കാം. ചെറിയൊരു USB-യുടെ ഒരു ഓപ്ഷൻ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു CD ഒക്കെ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം അതിൽ. അപ്പോൾ വൈഫൈ നമുക്ക് ഡെസ്ക്ടോപ്പിലും വൈഫൈ ഉപയോഗിക്കാൻ പറ്റും. വൈഫൈ ഡോങ്കിൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ വിൻഡോസ് 10 പ്രോ ഇൻസ്റ്റാളേഷൻ 4 പാർട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.